God's most matchless name. നമ്മുടെ കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. I really thank God for this opportunity given to me to be His witness and stand in front of you with His words. നിങ്ങളുടെ മുൻപാകെ കർത്താവിന്റെ സാക്ഷിയായി തിരുവചനവുമായി നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. We just finished our ICPF camp. ഞങ്ങളുടെ ICPF ക്യാമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. More than 250 youngsters came to attend the meeting, to be part of the camp. 250-ൽ പരം ടീനേജേഴ്സ് ഈ ക്യാമ്പിൽ വന്ന് സംബന്ധിച്ചു. And God was moving through that camp. ആ ക്യാമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. And I thank God for the wonderful support that the believers here give to ICPF ministry. ഇവിടെയുള്ള വിശ്വാസികൾ ICPFന്റെ ശുശ്രൂഷയ്ക്ക് തരുന്ന കൈത്താങ്ങലുകൾക്കായി ഞാൻ സന്തോഷത്തോടെ I always say investing in ICPF ministry is investing in your children. നിങ്ങൾ ICPFന് വേണ്ടി നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്. And every year nearly, according to a very least estimate, at least 2000 new students accept Christ as their personal savior every year. ഒരു സാധാരണ കണക്ക് വെച്ച് ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ വർഷവും 2000-ൽ പരം ചെറുപ്പക്കാർ യേശുവിന് ഒരു ജീവിതം ICPFൽ കൂടെ സമർപ്പിക്കുന്നുണ്ട്. And recently we have put our first international missionary in Cambodia. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കംബോഡിയയിൽ ആദ്യമായിട്ട് ICPFന്റെ ഒരു മിഷണറിയെ അയക്കുന്ന ഒരു ഇന്റർനാഷണൽ മിഷണറിയെ ഒരാളെ അവിടെ അയക്കുകയുണ്ടായി. Cambodia is a Buddhist country. കംബോഡിയ ഒരു ബുദ്ധ മതരാഷ്ട്രമാണ്. And for many years it was toiling under a very totalitarian communist regime. ഒരു സ്വേച്ഛാധി ഭരണത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്ന വർഷങ്ങളായി ആയിരുന്ന രാജ്യമാണ് കംബോഡിയ. No Christian influence at all there. ക്രിസ്തീയമായിട്ടുള്ള ഒരു സ്വാധീനവും ആ ദേശത്തില്ല. And ICPF has stepped into an international ministry for the first time. ആദ്യമായി ICPF അവിടെ ഒരു ക്രിസ്തീയ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുകയാണ്. You can see it in our website and continue to pray and support this ministry. ICPFന്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക. Some time back I was waiting for a bus in a bus shelter. ഒരു ദിവസം ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. It was almost around 1 o'clock in the afternoon, very hot sun. ഉച്ചയ്ക്ക് 1 മണിയോടടുത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ്. And I noticed a fellow with a parrot waiting to tell about the future of other people. ഒരു തത്തയുമായിട്ട് ഈ കൈനോട്ടക്കാരി ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. I thought this is a very, what I should say, a polished city. ഞാൻ ചിന്തിച്ചു വളരെ നല്ല സ്വാധീനമുള്ള ഒരു പട്ടണമാണിത്. And it's hot sun now. ഉച്ച സമയമാണ്, നല്ല ചൂടാണ്. And at this 21st century, which fellow is going to come to this? ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ കൈനോട്ടക്കാരന്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ ഈ തത്ത ലക്ഷണം പറയുന്നവരുടെ അടുത്ത് ആരാ പോവുക? But I tell you, I have been probably waiting for about 20 minutes. ഞാൻ ഏകദേശം 20 മിനിറ്റ് അവിടെ നിന്നുള്ളൂ. In between that, at least 3 people came and got their future predicted by a parrot. കുറഞ്ഞത് 3 പേരോളം വന്ന് ഈ തത്തമ്മയെ കൊണ്ട് ഭാവി പറയിപ്പിക്കാൻ ഇരുന്നു. I was really surprised. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. And in this 21st century, people want to know about their future from a parrot. ഈ 21-ാം നൂറ്റാണ്ടിലും ഒരു തത്തയിൽ കൂടെ ഭാവി അറിയാനുള്ള ആ ഒരു താല്പര്യം ജനങ്ങൾക്ക് ഉണ്ടാകുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. You know, the anxiety to know about future is there for everybody. ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ള വ്യാകുലത സകല മനുഷ്യരുടെയും ഒരു ഉള്ളിലുള്ള അവസ്ഥ. And sometime back I read in one of popular Tamil newspaper that the first news item that people read when newspapers come into their house is what the stars foretell. ആദ്യമായിട്ട് ഞാൻ തമിഴിലെ ഒരു മേജർ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെയാണ് വായിച്ചത്. ഒരാളുടെ കയ്യിൽ പത്രം കിട്ടിയാൽ ആദ്യമേ അവർ നോക്കുന്നത് അവരുടെ ഈ രാഹു കാലത്തെ കുറിച്ച് അറിയുവാൻ വേണ്ടിയാണ്. നക്ഷത്രഫലങ്ങളെ അറിയുവാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. That is why every newspaper has that item. അതുകൊണ്ടാണ് ഈ നക്ഷത്രഫലത്തെ കുറിച്ചുള്ള കോളം എല്ലാ പേപ്പറിലും ഉണ്ട്. Almost every newspaper has that because it's the most popular thing that people want to read. മിക്കവാറും എല്ലാ പത്രങ്ങളും അത് പ്രസിദ്ധീകരിക്കും, കാരണം ആളുകൾക്ക് ഇത് വളരെ ആവശ്യമുള്ള ഒന്നാണ്. And they say around more than 70% of the people read that as the first item. 70% ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ആദ്യം നോക്കുന്നത് ഇതാണ്, നക്ഷത്രഫലമാണ്. The anxiety to know about future. ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ള വ്യഗ്രത. And many people don't know how much it predicts correctly.
പലർക്കും ഇതിനകത്ത് ഇവർ പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളതിനെ കുറിച്ച് ബോധ്യമില്ല താനും. Sometimes something may turn out to be correct. ചിലപ്പോൾ ഇവർ പറയുന്നത് ഒത്തു വരാറുണ്ട്. And so they are very happy. അതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ അത്. If nothing happens about the predictions that have been told in that week, ഈ ആഴ്ച പറഞ്ഞത് അഥവാ സംഭവിച്ചില്ലെങ്കിൽ nobody bothers. ആരും അതിനെക്കുറിച്ച് അത്ര ഗൗനിക്കാറുമില്ല. Something happens, they are happy. എന്തൊരു സംഭവിച്ചാൽ വളരെ സന്തോഷമാകും. Nothing happens, nobody bothers. ഒന്നും നടന്നില്ലെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും. How much percentage of it can come true? ഇതിൽ എത്ര ശതമാനമായിരിക്കാം യാഥാർത്ഥ്യമാകാവുന്നത്? Nobody wonders about that. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. Still 70% of the people want to read that. എന്നിട്ടും 70% പേർ ആളുകൾ ആർത്തിയോടൊന്ന് വായിക്കും. People go not only to these parrots but astrologers and soothsayers and even sometimes to our pastors also to come and show their hands and what happens in the future. ഈ തത്തമ്മക്കാരുടെ അടുത്തും കൈനോട്ടക്കാരുടെ അടുത്തും രാഹു ഇതൊക്കെ നോക്കുന്നവരുടെ അടുത്ത് ലക്ഷണവിദ്യക്കാരുടെ അടുത്തും മാത്രമല്ല, എന്തിനാ പാസ്റ്റർമാരുടെ അടുത്ത് പോലും പോയി ഭാവിയെ കുറിച്ച് അറിയാൻ ഓടുന്നവരുണ്ട്. So from parrots to pastors people go. തത്തയുടെ അടുത്ത് നിന്ന് കർത്തൃദാസന്മാരുടെ അടുത്തേക്ക്. In 1963 when John F. Kennedy was shot in Dallas, 63 ജോൺ എഫ് കെന്നഡിയെ ഡാലസിൽ വെടിവെക്കുന്ന ആ സമയം the whole world was shivering because those days the terrorism was not as we see today. ഈ ജനങ്ങളെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. കാരണം ഇപ്രകാരമുള്ള ഒരു ടെററിസത്തിന്റെ ഭീകര പ്രവർത്തനം അന്നുണ്ടായിരുന്നില്ല. And so the whole world was disturbed because of that incident. അത് കേട്ട് ജനങ്ങൾ വളരെ ദുഃഖിതരായി മാറി. But 3 days after that, എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ സംഭവത്തിന് ശേഷം another news came. മറ്റൊരു വാർത്ത വന്നത്, there was a prophetess named Jean Dixon in United States. അമേരിക്കയിൽ ജീൻ ഡിക്സൺ എന്ന പേരുള്ള ഒരു ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പ്രവാചകി. A week before Kennedy's assassination, she sent a letter to him personally that you will be shot in Dallas next week. കെന്നഡിയുടെ ഈ ക്രൂരമായ മരണത്തിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ജീൻ ഡിക്സൺ കെന്നഡിക്ക് ഒരു എഴുത്തയച്ചിരുന്നു പോലും തനിക്കുണ്ടാകുവാൻ പോകുന്ന ഈ മരണത്തെക്കുറിച്ച്, വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. And Kennedy knew that. കെന്നഡിക്ക് ഇത് അറിയാമായിരുന്നു. And so when this news came out, ഈ വാർത്ത വെളിയിൽ വന്നപ്പോൾ people forgot about Kennedy. ജനങ്ങൾ കെന്നഡിയെ കുറിച്ച് മറക്കാൻ തുടങ്ങി. Then everybody started praising about Jean Dixon. എല്ലാവരും ജീൻ ഡിക്സനെ കുറിച്ച് പ്രകീർത്തിക്കുവാൻ ആരംഭിച്ചു. There was an interview in the Time magazine. ടൈം മാഗസിനിൽ ഒരു ഇന്റർവ്യൂ നടന്നു. The interviewer asked a question to this prophetess. ആ ഇന്റർവ്യൂ എടുത്തയാള് ഈ പ്രവാചകിയോട് ഇങ്ങനെ ചോദിച്ചു, You predicted such a great incident accurately. ഇത്രയും വലിയൊരു സംഭവം ഇത്ര കൃത്യമായി നിനക്ക് നീ പറഞ്ഞല്ലോ. And do all your predictions come true? നീ ഇങ്ങനെയുള്ള നടത്തുന്ന പ്രവചനങ്ങളെല്ലാം നിറവേറ്റപ്പെടാറുണ്ടോ? She said no. അവൾ പറഞ്ഞു, only 10 to 15% comes true. ഞാൻ പറയുന്നതിൽ 10 മുതൽ 15 വരെ ശതമാനം നിറവേറ്റപ്പെടാറുണ്ട്. The one who predicted such a great incident so accurately says that she can predict probably only 10 to 15%. ഈ മാതിരിയുള്ള ഒരു സത്യത്തെ കുറിച്ച് വ്യക്തമായി പ്രവചിച്ച ഒരു സ്ത്രീയും പറയുന്നത് 10-15 ഇടയ്ക്ക് ശതമാനം നടന്നേക്കാം. Now not only these astrologers and godmen tell about future. ഭാവിയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമുള്ള ഭാവിയെക്കുറിച്ച് നക്ഷത്രങ്ങളെ നോക്കുന്നവരോ അസ്ട്രോളജേഴ്സോ മാത്രമല്ല, even scientists predict. ശാസ്ത്രജ്ഞന്മാർ പോലും ഭാവിയെക്കുറിച്ച് പറയാറുണ്ട്. There is a department in Boston, Massachusetts University called the Department of Futurology. മാസച്യൂസറ്റ്സിൽ ബോസ്റ്റണിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഭാവിയെക്കുറിച്ച് വിവരം പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫ്യൂച്ചറിനെ കുറിച്ച്. They just extrapolate the events that are taking place now into future and try to tell or warn people what will happen in future. ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അപഗ്രഥിച്ചതിന് ശേഷമായി അതിൽ നിന്ന് ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനം അവർ കൊണ്ടുവരികയും ജനങ്ങളെ അറിയിക്കുകയും. They don't predict about individuals. വ്യക്തിയെക്കുറിച്ചല്ല അവർ പറയുക. But they predict what is going to happen to the planet Earth that we are living in. ഈ ഭൂമി മണ്ഡലത്തിന് സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്നാണ് അവർ പറയുക. So naturally it will affect us. മാത്രമല്ല തീർച്ചയായും അത് നമ്മെ തന്നെ ബാധിക്കുകയും ചെയ്യും. And how much of this predictions come true? ഈ ഭാവിയെക്കുറിച്ചുള്ള ഇവരുടെ പ്രഡിക്ഷൻസ് എത്രമാത്രമാണ് നിറവേറ്റപ്പെടുക? Even in our own experience we know all do not come true. നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം എല്ലാം ഒന്നും നടക്കാറില്ല. Because when I finished medical course,
ഞാൻ എൻ്റെ മെഡിസിന്റെ പഠനം തീർത്തു കഴിഞ്ഞപ്പോൾ in the early 70s, 70-ലാണത്. I was told, at least our medicine textbook says, India has completely eradicated malaria. ഞങ്ങളുടെ ബുക്കുകൾ പറഞ്ഞിരുന്നത് മലേറിയ പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ടു ഭാരതത്തിൽ നിന്നാണ്. But we know it did not happen. നമുക്കറിയാം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. In the early 80s, they said there is a green revolution in India. We will have surplus food, no famine. ഇങ്ങനെയും പറഞ്ഞിരുന്നു, ഹരിത വിപ്ലവം നിമിത്തം ഇന്ത്യയിൽ 80-കളിൽ പട്ടിണിയും തുടച്ചു മാറ്റപ്പെടുമെന്ന്. And even now in India, they say 1/3 of the population has probably 1 square meal a day. That's all. എന്നാൽ ഇന്നും എന്താ സംഭവിക്കുന്നത്? 1/3 ആളുകൾക്ക് വയറു നിറച്ച ആഹാരം കഴിക്കുവാനില്ല. So, not that all predictions come wrong, but scientific predictions also may not be true. എല്ലാ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും എന്നല്ല, ശാസ്ത്രീയമായി നടത്തുന്ന പ്രവചനങ്ങൾ പോലും പൂർണ്ണമായി നിറവേറ്റപ്പെടാറില്ല. In 1960, John Kennedy said, our scientists at NASA will put a man on the moon in 10 years. 60-ൽ നാസ പ്രവചിച്ചു, ഞങ്ങൾ 10 വർഷത്തിനുള്ളിൽ ചന്ദ്രനിൽ ആളിനെ കാലുകുത്തിക്കും. And they did it in 1969. 69-ൽ അവർ നിവർത്തിച്ചു. That came true. അത് സത്യമായി മാറി. But other predictions, now you also may be hearing about so many things about ozone layer being broken and things are going to be very bad in the coming days. എന്നാൽ നോക്കൂ, ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഓസോൺ ലെയറിനെ കുറിച്ചുള്ള അതുമാതിരിയുള്ള വിഷയങ്ങൾ എത്രമാത്രം ശേഷിക്കുന്നു നിറവേറ്റപ്പെടാൻ. Petrol and crude oil the supply is going to be diminished. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ സപ്ലൈ തീരാൻ പോവുകയാണ്. If the population grows in the same way, by 2040 there will be no place for man to stand on earth. ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു പോയാൽ 2040 ആകുമ്പോഴത്തേക്ക് കാലുകുത്താൻ ഈ ഭൂമിയിൽ ഇടമുണ്ടാകില്ല. So people are trying to buy plots on the moon. അതുകൊണ്ട് ആൾക്കാർ ഇപ്പൊ ചന്ദ്രനിലൊക്കെ സ്ഥലം വാങ്ങുവാൻ തിടുക്കം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. That's no joke, they are trying that. ഇത് തമാശ പറഞ്ഞതല്ല, അതിനുവേണ്ടി ആളുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. So many predictions are coming about future. കാരണം ഭാവിയെക്കുറിച്ചുള്ള ഒത്തിരി പ്രവചനങ്ങൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. And we know, at least it is said, that only about 30 to 40% of what scientists predict will come true. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിൽ പോലും 30 മുതൽ 40% വരെ മാത്രമേ നിറവേറ്റപ്പെടുന്നുള്ളൂ. Now look here, the astrologers, the godmen, the soothsayers, all who predict about future, at least we understand it may be only 10 to 15%. ഈ നക്ഷത്രമണ്ഡലങ്ങളെ ഭൂഗോള ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രവചനങ്ങളെ നോക്കാം. I'm sure if I tell, see, at the end of the meeting, if you stay back, I will tell you what will happen to you in your future. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭാവിയിൽ എന്താ നടക്കുവാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നു എന്നിരിക്കട്ടെ. If I tell, I will tell you. ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞാൽ every one of you will wait, even if it is 1 o'clock in the midnight. തീർച്ചയായിട്ടും 1 മണി വരെയാണെങ്കിലും നിങ്ങൾ കാത്തിരിക്കൂ, എനിക്ക് കേൾക്കണം. I am not going to tell that anyway. എന്നാൽ ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല. But we have an interest to know about our future. എന്നാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ഭാവി എന്താകുമെന്ന്. And if only we know this is what is going to happen to us, ഇതാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ we will be really thrilled to know that. എത്ര സന്തോഷമായിരിക്കും നമുക്ക്. There is only one book that we have in our hand that predicts 100% correct. എന്നാൽ ലോകത്തിൽ ഒരു ബുക്കുണ്ട്, ഒരു പുസ്തകമേ ഉള്ളൂ നമ്മുടെ ഭാവിയെ കുറിച്ച് 100% പ്രവചിക്കുന്നത്. Theologians say that almost 1/6 of the Bible is prophecy. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ബൈബിളിന്റെ 1/6 പ്രവചനങ്ങളാണെന്നാണ്. And it predicts right from the first book down to the last book. There is predictions everywhere. ആദ്യത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ പ്രവചനങ്ങളുടെ നിറവാണ് ഇവിടെ. Hundreds of predictions. 100 കണക്കിന് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. And I have read in a book about 79% of all that predictions have already come true. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന പ്രവചനങ്ങളിൽ 79% നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. There is a pretty old book called Evidence That Demands a Verdict by Josh McDowell. ജോഷ് മക്ഡോവൽസിന്റെ ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. Lot of fulfillment of the prophecies have been written one by one. ഓരോ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെ കുറിച്ച് അതിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. If any one of you is interested, please buy and read that book because it's a very authentic book. ജോഷ് മക്ഡോവൽസിന്റെ ആ പുസ്തകം നിങ്ങൾ വാങ്ങി വായിച്ചാൽ മനോഹരമായിട്ട് ആ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കാണാം. Then you may say only 79% is fulfilled even in Bible. നിങ്ങൾ ചോദിച്ചേക്കാം, ബൈബിളിൽ 79% നിറവേറ്റപ്പെട്ടിട്ടുള്ളൂ. Yes, the 79 is fulfilled and the 11 other is, according to the Bible itself, is yet to come. ഞാൻ പറയുന്നത് 79% നിറവേറ്റപ്പെട്ടു കഴിഞ്ഞു, ബാക്കി 11% ബൈബിളിന്റെ വെളിച്ചത്തിൽ നിറവേറ്റപ്പെടുവാൻ കാത്തിരിക്കുകയാണ്. And it is said it will happen in the last days. ബൈബിൾ പറയുന്നു അവസാന ദിവസങ്ങളിൽ അതും നിറവേറ്റപ്പെടും. So if 79% has already been fulfilled,
79% പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിൽ then which one to believe? ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? Whom we are to believe? ആരെയാണ് നാം വിശ്വസിക്കേണ്ടത്? Suppose you want to put your children in a school, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുവാൻ തീരുമാനിക്കുന്നു. and then they say the public exam results is only 15% in this school. ഈ സ്കൂളിലെ എക്സാം കഴിയുമ്പോൾ 15% പേരെ ജയിക്കുള്ളൂ. And the other school says 35%. മറ്റേ സ്കൂളിൽ പറയുന്നു ഇവിടെ 30% ജയമുണ്ട്. In another school it says 79%. മറ്റൊരു സ്കൂൾ പറയുന്നു ഇവിടെ 75% പേര് ജയിക്കുന്നു. Where do we put? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എവിടെ വിടും? ഏത് സ്കൂളിൽ വിടും? We know what we will do. നമുക്കറിയാം നാം എന്താ ചെയ്യുക. So we have in our hand a very authentic book, a prophesying book, a prophetic book, and proved by record that everything that it predicts comes true. ഇവിടെ ഇതാ ദൈവം നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം തന്നിരിക്കുന്നു. പ്രവചനങ്ങൾ നിറഞ്ഞിരിക്കുന്നത്, അത് നിറവേറ്റപ്പെട്ടത്, കാലത്തിന്റെ കുത്തൊഴുക്കിൽ സത്യമെന്ന് തെളിയിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. Probably we may not be that interested about other predictions about so many countries, so many nations, families it is predicted. It may not be of any relevance to us even though they are fulfilled. ഈ വേദപുസ്തകത്തിൽ തന്നെ നിറവേറ്റപ്പെട്ടതെന്ന് പറയുന്ന പല കാര്യങ്ങൾ, മറ്റു രാജ്യങ്ങളെ കുറിച്ചുള്ളത്, ദേശങ്ങളെ കുറിച്ചുള്ളത്, നമുക്കതിനെ കുറിച്ചൊന്നും വലിയ ചിന്ത കാണണം എന്ന് വരില്ല. Is there anything about me? എന്നാൽ നമ്മൾ ചോദിക്കുക, എന്നെ കുറിച്ച് വല്ലോ ഇതിലുണ്ടോ? Is there anything by which I can be very sure what is going to happen to the earth that I am living in? ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ? Is there anything particular about me? എന്നെ കുറിച്ച് എന്തെങ്കിലും ഇതിൽ പറയുന്നുണ്ടോ? Yes. തീർച്ചയായും. About every one of us it is written there. നമ്മിൽ ഓരോ വ്യക്തികളെ കുറിച്ചും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. And it cannot go wrong. അതൊരിക്കലും തെറ്റായി മാറുകയില്ല. We can 100% believe that. നിങ്ങൾ 100% വിശ്വസിക്കുവാൻ കഴിയും. But when I say that, don't immediately laugh. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചിരിച്ചു തള്ളരുത്. There is a definite predictions about every one of us, our future here. നമ്മുടെ ഭാവിയെ കുറിച്ച് വ്യക്തമായ തീരുമാനം, പ്രവചനം ഈ പുസ്തകത്തിലുണ്ട്. The Hebrews 9:27 says, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ശ്രദ്ധിക്കൂ. എബ്രായർ 9:27 വാക്യം. It is appointed for every one of us to die and then to face judgment. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. So if I say our definite future is we will all die. നമ്മുടെ വ്യക്തമായ ഭാവിയെ കുറിച്ചുള്ള വിവരണം ഇവിടെ നാം കേട്ട് കഴിഞ്ഞു, പ്രവചനം കേട്ട് കഴിഞ്ഞു. Some of you may be beating your head. നിങ്ങൾ ചിലർ തലയ്ക്ക് കൈവച്ചേക്കാം, തലയിട്ട് അടിച്ചേക്കാം. I told all this to tell this only. ഇതാണോ എന്നെ കുറിച്ച് പറയുവാനുള്ളത്? Everybody knows that. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. We all die. Everyone who is born will die. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും മരിക്കും. But what is so special about it? ഇതിലെന്താ ഇത്ര പ്രത്യേകതയുള്ളത്? But if you know, everyone may know that he will die. നമുക്കറിയാം എല്ലാവരും മരിക്കുമെന്ന് ആർക്കാ അറിയാത്തത്? എല്ലാവർക്കും അറിയാം. Even medical textbook says people will die. മെഡിക്കൽ ബുക്കുകൾ പോലും പറയുന്നു മനുഷ്യൻ ഒരിക്കൽ മരിക്കും. Whatever we do, people will die. ജനിച്ച എല്ലാവരും മരിക്കും. And there is a full stop after that. അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. But only in Bible. എന്നത് ബൈബിളിൽ മാത്രമുള്ളത് ഇങ്ങനെയാണ്. Die and judgment after that. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. And there it doesn't stop. അവിടെയോ നിൽക്കുന്നില്ല. The most important thing is it tells who will judge you. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ് നിന്നെ വിധിക്കുക എന്നുള്ളത്. How will we be judged? ആ ന്യായവിധി എങ്ങനെയായിരിക്കും? How do we know it will be a just judgment? അതൊരു ന്യായപ്രകാരമുള്ള ന്യായവിധിയാകുമെന്ന് എങ്ങനെ അറിയാൻ കഴിയും? Many people, if we ask after death, even if they believe somebody will, they will stand before judgment. If we ask them who will judge you, they will say God will judge me. ന്യായവിധിയെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരാളോടോ താൻ മരിച്ചു കഴിഞ്ഞിട്ട് ന്യായവിധി നടക്കും, ആരാണ് തന്നെ ന്യായവിധിക്കെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയും ദൈവമാണ്. I tell you a news, God will not judge you. ദൈവം നിങ്ങളെ ന്യായം വിധിക്കില്ല. Don't throw stones at me, wait. പെട്ടെന്ന് കല്ലെടുത്ത് തന്നെ എറിയരുത്. Acts chapter 17 അപ്പോസ്തലപ്രവൃത്തി 17 അധ്യായം verse 31 says, അതിന്റെ 31 നോക്കാം. I just read that verse, Acts chapter 17:31. അപ്പോസ്തലപ്രവൃത്തികളിൽ 17ന്റെ 31 വാക്യത്തിൽ നോക്കിയാൽ Listen carefully. He has set a day when he will judge the world with justice by the man he has appointed. താൻ നിയമിച്ച മനുഷ്യൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. God has appointed a man to judge the earth. ഒരു മനുഷ്യനെ ലോകത്തെ ന്യായം വിധിപ്പാൻ ദൈവം നിയമിച്ചിരിക്കുകയാണ്. And God has appointed a day on which this man will judge the world.
ഈ മനുഷ്യൻ ലോകത്തെ ന്യായം വിധിക്കേണ്ടതിന് ദൈവം ഒരു ദിവസവും And നിശ്ചയിച്ചിരിക്കുകയാണ്. God says, this man appointed by him will judge the whole nations on a particular day with justice. ഇവിടെ പറയുന്നു, നീതിയോടെ ഒരു നാളിൽ ഈ മനുഷ്യൻ സകല ലോകത്തെയും മനുഷ്യരെയും ന്യായം വിധിക്കും. And who is that man? ആ മനുഷ്യൻ ആരാണ്? The next verse says, അടുത്ത വാക്യം പറയുന്നു, he has given proof to this to all men by raising him from the dead. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. If you ask people, who is one who was raised from the dead? നിങ്ങൾ ലോകത്തോട് ചോദിക്കൂ, മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ട ആ മനുഷ്യൻ ആരാണെന്ന്. Nobody, no religion ever points out that their leader raised from the dead. അവരുടെ മതങ്ങളിൽ ഒരു വ്യക്തി ഇങ്ങനെ ഉണ്ടെന്ന് ഒരു മതങ്ങളും പറയില്ല. Only Jesus Christ has that title. He was resurrected on the third day. മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ടു എന്നുള്ള മേലെഴുത്ത് യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. We call that on a Easter day. ഈസ്റ്ററിന്റെ ദിവസം, ഉയർപ്പ് നാളിന്റെ ദിവസം. Easter is coming. ഈസ്റ്റർ ഇതാ അടുത്തു വരികയാണ്. People celebrate. ആളുകൾ അത് ആഘോഷിക്കുന്നു. And they say our Jesus has risen from the dead. അവർ പറയുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന്. Easter is not for celebration. യേശു ഒരു ആഘോഷ ദിവസമായിട്ട്, ഈസ്റ്റർ ഒരു ആഘോഷ ദിവസമല്ല. Easter is a warning. ഈസ്റ്റർ നമുക്കൊരു ഒരു വാർണിംഗ് ആണ്. You are going to be judged because Jesus rose from the dead. നിന്റെ ന്യായവിധിയുടെ ദിവസം അടുത്തു വരികയാണ്, കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. Every Easter should remind, I have to stand before this resurrected Jesus. ഓരോ ഈസ്റ്റർ ദിവസവും നമുക്ക് തരുന്ന വാർണിംഗ് ഉണ്ട്, ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒരുങ്ങിക്കൊള്ളുക, നിന്റെ ന്യായവിധി അടുത്തു വരികയാണ്. If you really think whether you can face the judgment, Easter may not be a celebration. Easter may be a terror. ഓർത്തുകൊള്ളുക, ന്യായവിധി ദിവസത്തെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിക്ക് ഈസ്റ്റർ ഒരു ഭയാനകമായ അനുഭവം തന്നെയാകും. God's words don't go wrong. ദൈവത്തിന്റെ വചനം വ്യർത്ഥമായി മാറുന്നില്ല. He doesn't say you will just die. മരിക്കുമെന്ന് മാത്രമല്ല നമ്മെ He കുറിച്ച് says you will die. Come on. നീ മരിക്കും നിശ്ചയം തന്നെ. And then there is a judgment. Come on. എന്നാൽ അതിനുശേഷം ഒരു ന്യായവിധി ഓടി വരുന്നു. And then he says even if people die on different days, there is only one day on which everybody will be judged. പല ദിവസങ്ങളിലാണ് മനുഷ്യൻ മരിച്ചു മാറ്റപ്പെടുന്നത്, എന്നാൽ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്ന ദിവസം ഒന്നേ ഉള്ളൂ. There is not a single judgment for each and every one. എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ന്യായം വിധിച്ച് തള്ളുകയല്ല. No, not a single judgment, but a common judgment. പൊതുവായി മനുഷ്യന് വേണ്ടി ഒരു ന്യായവിധി People may die on different days. പല ദിവസങ്ങളിലാകാം അവർ മരിക്കുന്നത്. Judgment will be one day. എന്നാൽ ന്യായവിധി ഒരു ദിവസമായിരിക്കും. And it will be with the justice. അത് നീതിയോടെ ആയിരിക്കും. And the person on the seat, judgment seat, is ആ ന്യായാസനത്തിൽ ഇരിക്കുന്നത് ആര്? Jesus Christ. യേശു ക്രിസ്തുവായി. For that only Jesus Christ came into this world. അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. How does he qualify to be a judge? ഒരു ന്യായാധിപതിയാകുവാൻ താൻ എങ്ങനെയാണ് അർഹത നേടിയത്? Because it is said, when it is said he will be judged, we will be judged by a man. We will be judged by a man. ഒരു മനുഷ്യനാൽ നമ്മെ വിധിക്കുമെന്ന് എഴുതി കഴിഞ്ഞപ്പോൾ Some of you may get confusion. What is this? നമ്മൾ ചിന്തിച്ചേക്കാം, എന്താ സംഭവിക്കാൻ പോകുന്നത്? Why should Jesus qualify to be a judge? എന്തുകൊണ്ടാണ് യേശുവിന് ഈ അധികാരം ലഭിച്ചത്, ഈ പദവി ലഭിച്ചത്? Was Jesus a man? യേശു ഒരു മനുഷ്യനായിരുന്നു? Of course. തീർച്ചയായും. Was Jesus God? യേശു ദൈവമായിരുന്നു? Of course. Double of course. തീർച്ചയായും. He was God and he became a man. യേശു ദൈവമായിരുന്നു, യേശു മനുഷ്യനുമായിരുന്നു. He identified with man in all the three processes that man goes through. മനുഷ്യൻ കടന്നു പോകുന്ന മൂന്ന് അനുഭവങ്ങളിൽ യേശു പൂർണ്ണമായി താതാത്മ്യം പ്രാപിച്ചു. His birth, അവന്റെ ജനനത്തിൽ, his life, അവന്റെ ജീവിതത്തിൽ, his death. യേശുവിന്റെ മരണത്തിൽ. He was also born like all of us. നാം ഓരോരുത്തരെയും പോലെയാണ് യേശു പിറന്നത്. He also lived on this earth, walked, was hungry and thirsty, eating, sleeping. നാം ഓരോരുത്തരെയും പോലെ ഈ ഭൂമിയുടെ പരപ്പിൽ യേശു നടന്നപ്പോൾ അവന് വിശന്നു, ദാഹിച്ചു, ഉറങ്ങി, അവൻ നമ്മെ പോലെ ചരിച്ചു. And finally he died like most men and was buried. നമ്മെ പോലെ തന്നെ, നമ്മിൽ ഒരുവനെ പോലെ യേശു മരിച്ചു, അടക്കപ്പെട്ടു. If a man's life is divided into these three categories, Jesus also went through ഒരു that. മനുഷ്യന്റെ ജീവിതത്തെ ഇങ്ങനെ മൂന്നായി തിരിച്ചാൽ ഈ മൂന്നിലും കൂടെ യേശു കടന്നുപോയി. But what is different? എന്നാൽ വ്യത്യാസം എന്താണ് സംഭവിച്ചത്? Jesus was born, we were also born. യേശു ജനിച്ചു, നാമും ജനിച്ചു. Is the birth of Jesus Christ different from us? നമ്മിൽ നിന്ന്, നമ്മുടെ ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നോ യേശുവിന്റെ ജനനം? So many people think Jesus' birth was unique. പലരും ചിന്തിക്കുന്നു യേശുവിന്റെ ജനനം നിസ്തുല്യമായിരുന്നു. You know what? When doctors will say whether it is a normal birth or
abnormal birth. ഒരു നോർമലായോ അബ്നോർമലായോ അല്ലെങ്കിൽ പ്രസവം. ജനനമാണെന്ന് ബർത്തിനെ കുറിച്ച് ഡെലിവറിയെ കുറിച്ച് ഡോക്ടേഴ്സ് എങ്ങനെയാ പറയുക? If a woman conceived and she has this child in her womb for about 10 months, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആ കുട്ടിയെ തന്റെ ഉദരത്തിൽ 10 മാസം ചുമന്ന് and it comes normal way, ഒരു സാധാരണ പ്രസവം നടന്നു കഴിഞ്ഞാൽ that's called a normal birth. അത് പറയും സാധാരണ പ്രസവം. So Jesus was also born normally only. അങ്ങനെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം സ്വാഭാവികമായതായിരുന്നു. Jesus was not in Mary's womb for 10 days. യേശു കർത്താവ് തന്റെ അമ്മയുടെ ഗർഭത്തിൽ 10 ദിവസമല്ല കിടന്നത്. Or he was not there 2 years. 2 വർഷവും കിടന്നില്ല. Normal. നോർമൽ, Like any other child. മറ്റേത് കുഞ്ഞിനെയും പോലെ So സ്വാഭാവികമായ. Jesus' birth was normal. യേശുക്രിസ്തുവിന്റെ ജനനം സ്വാഭാവികം തന്നെയായിരുന്നു. But what was different? എന്നാൽ എന്തായിരുന്നു വ്യത്യസ്തമായിരുന്നത്? Not the birth, ജനനമല്ല, but the conception. തന്റെ ആ ഗർഭധാരണം യേശുവിന്റെ അതായിരുന്നു വ്യത്യസ്തം. That is unique. അതാണ് നിസ്തുല്യമായത്. Now all of us are here because we were born. നാം എല്ലാവരും ജനിച്ചത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. We have any doubt about that? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംശയമുണ്ടോ? We are born because of the union of our father and mother. നമ്മുടെ മാതാപിതാക്കളുടെ സംയോഗത്താൽ നാം ജനിച്ചവരാണ് ഈ That is why പിറന്നവരാണ്. we are all here. അതുകൊണ്ടാണ് നാം ഈ ലോകത്തിൽ ഇന്നിവിടെ ആയിരിക്കുന്നത്. But Jesus' conception was different. എന്നാൽ യേശുക്രിസ്തുവിന്റെ ആ ഉത്ഭവം വ്യത്യസ്തമായിരുന്നു. Till 1996. 1996 Till 1996 96 വരെ, AD. AD 96 വരെ. If somebody has asked me, ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, Doctor, do you believe what the Bible says that Virgin Mary gave birth to a child? Is it possible? ഡോക്ടറെ, ഈ കന്യക മറിയം ഗർഭം ധരിച്ചു എന്ന് പറയുന്നത് ശരിയാണെന്ന് ഡോക്ടർ വിശ്വസിക്കുന്നുണ്ടോ? 96 മുമ്പ് എന്നോട് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ I will tell them, see, with God everything is possible, though scientifically we cannot accept that. ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ, ദൈവത്തിന് എന്നാ ചെയ്യാൻ വയ്യാത്തത്, പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇതൊന്നും നടക്കില്ല. I don't want anybody to ask me that question. മാത്രമല്ല ഈ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല ആരിൽ നിന്നും. Because very difficult to answer. മറുപടി കൊടുക്കാൻ പ്രയാസമുള്ള ചോദ്യമാണ്. But why I said 1996? എന്നാൽ 96 എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ്? Something happened in 1996. 96 എന്തോ സംഭവിച്ചു. For the first time, the scientific world demonstrated categorically a child can be born without sexual union of a male and a female. 96 ആദ്യമായിട്ട് ശാസ്ത്രം തെളിയിച്ചു സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ ഒരു കുഞ്ഞിനെ ജനിക്കുവാൻ കഴിയുമെന്ന്. That process is called cloning. ക്ലോണിങ്ങിൽ കൂടെ ഒരു ശിശുവിന് ജനനം എടുക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചു. Just to refresh your biology, നിങ്ങളുടെ ഈ അറിവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി, the 23 chromosomes in the sperm and 23 chromosomes in the ovum unite to form the 46 chromosome child. ബീജ അണ്ഡങ്ങളിലുള്ള 23 ക്രോമോസോമുകൾ വീതം ഒരുമിച്ച് ചേരുമ്പോൾ the 46 chromosome child is born. 46 ക്രോമോസോമുള്ള ഒരു ശിശു പിറക്കുകയാണ്. That from that cell only the whole child develops. അതിൽ നിന്ന് ഒരു ശിശു ഉരുത്തിരിഞ്ഞ് ജനിച്ച് പിറക്കുകയാണ്. But in cloning what they do is, എന്നാൽ ക്ലോണിങ്ങിൽ അവർ എന്താണ് ചെയ്യുന്നത്? they take the 23 chromosomes from the female egg. ഒരു സ്ത്രീയുടെ മുട്ടയിൽ നിന്നും അല്ലെങ്കിൽ എഗ്ഗിൽ നിന്നും 23 ക്രോമോസോമുകൾ എടുത്തിട്ട് and impose 46 other chromosome in that cell. ആ സെല്ലിൽ തന്നെ 46 ക്രോമോസോമുകളെ കടത്തിവിടുമ്പോൾ it grows into it becomes an embryo and grows into a child. ഒരു ജീവനായി അതിന്റെ ഒരു ശിശുവായി അത് രൂപാന്തരപ്പെടും. It will be born like a child, any child. സാധാരണ ഏത് ശിശുവിനെയും പോലെ അത് വളരുവാൻ തുടങ്ങും. So there is no union of male and female needed. That's what the cloning process does. ഇവിടെ സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടാകുന്നേയില്ല. And that is, and child can form without the sexual union. ഒരു ലൈംഗിക ബന്ധം കൂടാതെ തന്നെ ഒരു ശിശു ജനിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. But the most important thing is, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, this child, ഈ ശിശു when it is born, ഇത് ജനിക്കുമ്പോൾ it may be there in the mother's womb, ഈ ശിശു അമ്മയുടെ ഗർഭത്തിലായിരിക്കാം, but it will have no characteristics of the mother. എന്നാൽ ഈ അമ്മയുടെ ഒരു സ്വഭാവ ഗുണവും ഈ ശിശുവിൽ കാണുകയില്ല. And it will have 100% characteristics of the father. എന്നാൽ പിതാവിന്റെ 100% സ്വഭാവ ഗുണങ്ങളും ഈ ശിശുവിൽ ഉണ്ടായിരിക്കും. Now we are all here. നാം ഇവിടെ ആയിരിക്കുന്നു. None of 100% father or 100% mother. നമ്മളിൽ ആരും തന്നെ 100% അപ്പന്റേതുമല്ല 100% അമ്മയുടേതുമല്ല. Look at your own children. നിങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിക്കേ. Nose will be like the mother. മൂക്ക് നോക്കിയാൽ അമ്മയുടെ മൂക്ക്, Ear will be like the father. ചെവി അപ്പന്റേത്,
Yeah, different things. വ്യത്യസ്തമാണ് കുഞ്ഞുങ്ങളുടെ രൂപങ്ങൾ. Every child inherits characters from both the father and the mother. എല്ലാ കുഞ്ഞുങ്ങളും അപ്പന്റെയും അമ്മയുടെയും സ്വഭാവങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജനിക്കുന്നത്. Character does not depend upon blood. സ്വഭാവം എന്നുള്ളത് രക്തത്തിൽ നിർഭരമല്ല. If character depends on blood, സ്വഭാവം രക്തത്തിൽ അധിഷ്ഠിതമായിരുന്നെങ്കിൽ, if we can give a blood transfusion of an intelligent man to our dull student, he will also become intelligent. തലമണ്ടയില്ലാത്ത ഒരു കുഞ്ഞിന് ഒരു ബുദ്ധിശാലിയുടെ രക്തം കൊടുത്താൽ പിന്നെ അവൻ ബുദ്ധിമാനായി മാറിയനെ. Character will not come through blood. അങ്ങനെയല്ല സ്വഭാവം രക്തത്തിൽ. Character is determined by genes. ജീൻസ് അവന്റെ ജനിതക ഘടനയിൽ ഉരുത്തിരിയുന്നതാണ് അവന്റെ സ്വഭാവങ്ങൾ. That's why a child has the characters of the father and mother. അതുകൊണ്ടാണ് അപ്പന്റെയും അമ്മയുടെയും സ്വഭാവം ഒരു ശിശുവിൽ ഒരുമിച്ച് കാണുന്നത്. Look how Dr. Luke describes the conception of Jesus. ഡോക്ടർ ലൂക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. Gabriel comes in front of Mary. മറിയയുടെ മുമ്പിൽ ഇതാ ഗബ്രിയേൽ എത്തിച്ചേരുന്നു. You shall conceive. നീ ഗർഭം ധരിക്കുമെന്ന് അവളോട് And the one that is formed within you will be holy. നിന്റെ ഗർഭത്തിൽ ഉരുത്തിരിയുന്ന ശിശു വിശുദ്ധ പ്രതിയായിരിക്കും. When Mary accepted that, മറിയം അത് അംഗീകരിച്ച് ഏറ്റെടുത്തപ്പോൾ, you know what that acceptance means? ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? Emptying herself. അവളെ തന്നെ അവൾ ശൂന്യമാക്കി കൊടുത്തു. Just as cell nucleus empties of its chromosomes. ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ക്രോമോസോമിനെ എടുത്തു കളയുന്നത് പോലെ. You know, for a cell the most important thing is its nucleus which contains this chromosome. ഒരു സെല്ലിന്റെ പ്രധാന ഘടകം അതിന്റെ ന്യൂക്ലിയസ് ആണ്. അതിനുള്ളിലാണ് അതിന്റെ ക്രോമോസോം ചേർന്നിരിക്കുന്നത്. If you take it out, it is only a shell. അതിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറും ഒരു മുറി മാത്രം, ഒരു സ്ഥലം മാത്രമാണ്. It is empty. അത് ശൂന്യമാണ്. The cell's greatness depends upon the nucleus. സൂര്യന്റെ ശ്രേഷ്ഠത നിലനിൽക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണ്. When in cloning they take out the nucleus of this egg cell, ഈ ക്ലോണിംഗിൽ കൂടെ അണ്ടത്തിൽ നിന്നും അതിന്റെ ന്യൂക്ലിയസ് എടുത്തു മാറ്റുമ്പോൾ it becomes empty. അത് ശൂന്യമായി തീരുന്നു. This is what happened to Mary. അതാണ് മറിയമിന് She സംഭവിച്ചത്. says, I offer myself. മറിയം പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ. I am willing to divest all my glory. എന്റെ എല്ലാ സ്വയത്തെയും ഞാൻ ഇതാ താഴ്ത്തുവെക്കുകയാണ്. People are going to curse me after this. ഇതിനുശേഷം ജനങ്ങൾ എന്നെ ശപിക്കും. They will not understand. എന്നെ അവർ മനസ്സിലാക്കിയില്ല. I will have no reputation. എന്റെ ബഹുമാനം, എന്റെ മാന്യത എനിക്ക് But നഷ്ടമായി. Lord, for your sake, I will empty myself. അങ്ങേക്ക് വേണ്ടി ഇതാ ഞാൻ എന്നെ. Thy will be done. തിരുഹിതം എന്നിൽ നിറവേറ്റപ്പെടും. When Mary said that, മറിയം ഇത് പറഞ്ഞപ്പോൾ, Bible says the Holy Spirit overshadowed her. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിട്ടു. And a child was conceived. ഒരു ശിശുവിത അവളിൽ ജനനമെടുത്തു. And when Jesus came out, യേശുക്രിസ്തു അങ്ങനെ ജനിക്കുമ്പോൾ he once said, ഒരിക്കൽ താൻ ഇങ്ങനെ പറഞ്ഞു, I and the Father are one. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നുവെന്ന് യേശു There പറഞ്ഞു. is no single child in the world who can claim that. ലോകത്തിൽ പിറന്നു വീണ ഒരു കുട്ടിക്ക് പോലും, ഒരു ശിശുവിന് പോലും ഈ അവകാശവാദം പറയുവാൻ കഴിയില്ല. Jesus said, he who has seen me has seen the Father. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യേശു വിളിച്ചു പറഞ്ഞു. It is not just like identical twins. ഇത് രണ്ട് ഇരട്ടകളുടെ ഒരുമിച്ചുള്ള ഒരു ചേർപ്പ് പോലെയല്ല. In identical twins also there is lot of differences. ഒരുപോലെയുള്ള ഇരട്ടകളെ നമ്മൾ കാണുന്നു, എന്നാൽ തന്നെ അവരിൽ വ്യത്യസ്തതയുണ്ട്. But in a cloning, എന്നാൽ ക്ലോണിംഗിൽ എന്താണ് the സംഭവിക്കുന്നത്? child will be 100% its father. ഒരു ശിശു ജനിക്കുന്നത് 100% പിതാവിനെ പോലെയായിരിക്കും. So even though he was in Mary's womb for the 10 months, 10 മാസം മറിയയുടെ ഗർഭപാത്രത്തിൽ ഉദരത്തിൽ അവൻ ആയിരുന്നു. he has no characteristics of Mary. മറിയയുടെ ഒരു സ്വഭാവവും യേശുവിൽ ഉണ്ടായിരുന്നില്ല. She was only a vehicle to bring him into this world. യേശുവിനെ ചുമക്കുന്ന ഒരു വാഹനം മാത്രമായിരുന്നു. He was 100% God. അവിടുന്ന് 100% ദൈവമായിരുന്നു. He was 100% God. അവിടുന്ന് 100% ദൈവമായിരുന്നു. That is how his birth was. അതായിരുന്നു യേശുവിന്റെ ജനനം. Jesus' birth was unique. യേശുവിന്റെ ജനനം നിസ്തുല്യമാണ്. So even though he was born like a man, മനുഷ്യനെ പോലെ മനുഷ്യനായി താൻ ജനിച്ചെങ്കിലും he was God Almighty. അവിടുന്ന് സർവശക്തനായ ദൈവം Jesus തന്നെയായിരുന്നു. was the first clone of God. ദൈവത്തിന്റെ ആദ്യത്തെ ക്ലോൺ Only Jesus can claim that. അത് യേശുവിന് മാത്രമേ അവകാശം So പറയാൻ കഴിയൂ. when we know about Jesus, we know about Father. നമുക്കറിയാം യേശുവിനെ കുറിച്ചറിയാം, പിതാവിനെ കുറിച്ചറിയാം. So that is Jesus' birth. യേശുവിന്റെ ജനനം അങ്ങനെയാണ്. Now take about his life. യേശുവിന്റെ ജീവിതത്തെ നോക്കാം. He was also living 33.5 years. 33 കൊല്ലം ഈ ലോകത്തിൽ ജീവിച്ചു. Like all the
human quality, with all the human qualities. എല്ലാ മാനുഷിക ഗുണഗണങ്ങളോടുകൂടെ തന്നെ. But if you compress the whole 33 and a half years into one word, യേശുക്രിസ്തുവിന്റെ 33.5 വർഷത്തെ അടിച്ചമർത്തി ചുരുക്കി ഒരു വാക്കിലാക്കിയാൽ, if somebody asks, can you summarize Jesus' life in one word? ഒറ്റ വാക്കിൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പറയാമെന്ന് എന്ന് ആരെങ്കിലും ചോദിച്ചു വന്നിരിക്കട്ടെ. That word will be suffering. തന്റെ ജീവിതം ഇതാണ്: ദുഃഖം, Suffering. കഷ്ടാനുഭവം. You know, when God-men come and parade before us, ഈ പറയുന്ന ദൈവദാസന്മാർ എന്ന് പറയുന്ന ഭക്തന്മാർ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ, we have seen any number in India. ഇന്ത്യയിൽ എത്രയോ എണ്ണങ്ങളാണ് അങ്ങനെയുള്ളത്. Can any one of them be given this title, you have come for suffering? ഇവരിൽ ആരോടെങ്കിലും താൻ ദുഃഖം സഹിക്കുവാൻ വന്നവനാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? With 96 Rolls Royce, 96 റോൾസ് റോയ്സ്, living in palatial bungalows, ബംഗ്ലാവുകളിൽ വസിച്ചുകൊണ്ട്, with a Z category black cats around, ബ്ലാക്ക് കാറ്റ്സ് കരിമ്പൂച്ചകളെ ചുറ്റി കറങ്ങി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ. but look at Jesus. എന്നാൽ യേശുവിനെ ഒന്ന് നോക്കൂ. The whole life can be summarized in one verse, that he went through the spectrum, the whole spectrum of human suffering. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ ഒറ്റ വാക്കിൽ ചുരുക്കിയാൽ നമുക്ക് പറയുവാൻ കഴിയും: കഷ്ടതയാൽ തികഞ്ഞവനായ ഒരു മനുഷ്യൻ. Now, when sometime back the Passion of Christ picture came, ചില വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ The Passion of Christ എന്ന ഫിലിം നമ്മുടെ ഇടയിലെത്തി. a man who saw that came and asked me, ഒരു മനുഷ്യൻ ഈ സിനിമ കണ്ടിട്ട് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, Doctor, it is unbelievable. ഡോക്ടർ, വിശ്വസിക്കാൻ ഒക്കത്തില്ല, It is too much exaggeration. ഇത് ഒത്തിരി ഇങ്ങനെ വികസിപ്പിച്ച് പറഞ്ഞു. I asked, why you say that? ഞാൻ ചോദിച്ചു, എന്താ താൻ അങ്ങനെ Look പറഞ്ഞു? at the way the Roman soldiers beat him. നോക്കൂ, റോമൻ പടയാളികൾ യേശുവിനെ എങ്ങനെയാണ് മർദ്ദിക്കുന്നത്. Even if he has the best physique in the world, he will not succumb even 2 blows. ലോകത്തിലെ ഏറ്റവും ശക്തനായ ശരീരമുള്ള മനുഷ്യന് പോലും 2 മിനിറ്റ് ആ വേദന സഹിക്കുവാൻ But he കഴിയില്ല. was being whiplashed again and again. നോക്കൂ, വീണ്ടും ചട്ടവാറ് കൊണ്ട് തന്നെ അടിച്ച് തകർത്തില്ലേ. Then they take him all the way, asking him to bear a heavy cross. മാത്രമല്ല, ആ കുരിശും ചുമന്നുകൊണ്ട് യേശുവിനെ അവർ വലിച്ചിഴച്ച് കൊണ്ടുപോയില്ലേ. And they put a crown of thorns upon him. മുള്ളുകൊണ്ട് കിരീടം തന്റെ ശിരസിൽ അണിയിച്ചില്ലേ. All the way from Jerusalem to Golgotha they were beating. യെരൂശലേമിൽ നിന്ന് ഗോഗുൽഥാ വരെ അടിച്ച് തകർത്തല്ലേ യേശുവിനെ And the കൊണ്ടുപോയത്. pierced nails in his hands and feet. അവന്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ച് കയറ്റിയില്ലേ. Said too much exaggeration. ഓ, ഇത് ചുമ്മാതെ പറയുന്നതാണെന്നേ. How can any man bear that? ഒരു മനുഷ്യന് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നാ ഡോക്ടർ പറയുന്നത്. I said, I believe that. ഞാൻ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. You know why? എന്തുകൊണ്ട്? They can beat him, but they cannot kill him. തന്നെ അടിക്കുവാൻ അവർക്ക് കഴിയും, പക്ഷെ തന്നെ കൊല്ലുവാൻ ആർക്കും കഴിയും. Because he is God. കാരണം അവിടുന്ന് ദൈവമാണ്. Not 2 days, even for 2 weeks or 2 years they beat him. They can beat him, they can tear his muscles into pieces, they can make him bleed, but nobody can beat and kill Jesus. 2 മണിക്കൂറല്ല, 2 ദിവസമല്ല, 2 വർഷം യേശുവിനെ ശാരീരികമായി പീഡിപ്പിച്ചാലും തന്റെ ജീവൻ എടുക്കുവാൻ ഒരു മനുഷ്യന് കഴിയുകയില്ല. അവിടുന്ന് ദൈവമാണ്. At the last he has to say, I give up my life. അവസാനം യേശു പറയേണ്ടി വന്നു. യേശു പറഞ്ഞു, എന്റെ പ്രാണനെ തൃക്കൈയിൽ. But all this he was bearing, എന്നാൽ ഇതെല്ലാം അവിടുന്ന് സഹിക്കുമ്പോൾ, because he has to bear all our sins. കാരണം നമ്മുടെ പാപങ്ങളെ ചുമക്കേണ്ടത് അവിടുത്തേക്ക് ആവശ്യമായിരുന്നു. Until he could convince his father, I have borne all the punishment that men can have, it is finished. തന്റെ പിതാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, അബ്ബാ, മനുഷ്യൻ സഹിക്കേണ്ട എല്ലാ വേദനകളും ഞാൻ സഹിച്ചു കഴിഞ്ഞു എന്ന് പിതാവിനെ ബോധ്യമാക്കും വരെയും he suffered all that pain. അവിടുന്ന് ദുഃഖം സഹിച്ചുകൊണ്ടേയിരുന്നു. So I believe that. ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഞാൻ And പറഞ്ഞു. finally he has to give up his life after his mission is accomplished. തന്റെ ആ ദൗത്യം നിറവേറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതാ യേശു തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. He was buried. യേശുവിനെ അവർ അടക്കി. Now the God who did a miracle in Mary's womb did another miracle in Golgotha's tomb. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മറിയയുടെ ഉദരത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇവിടെ ഇതാ ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. He raised him up. അവിടുന്ന് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. Jesus was raised up. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. And this was an affirmation to the world. ഈ ഉയർപ്പ് ലോകത്തിന് ശക്തമേറിയ ഒരു തീരുമാനം ദൈവം അറിയിക്കുകയാണ്. It is through this man that the whole world is going to be judged. ഇതാ ഈ മനുഷ്യനാൽ സകല ലോകവും ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു. He is not just judging us for nothing. He has provided a way for us to escape from that.
And if you don't accept it, you will be judged accordingly. വേഗത്തിൽ ഓടി വന്ന് നമ്മെ ന്യായം വിധിച്ചിട്ട് പോകുവാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു യേശുവിനെ അല്ല നാം കാണുന്നത്. നമ്മെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള മാർഗം ഒരുക്കി തന്നിട്ട് ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശുവിനെയാണ്. He went through all the sufferings to make us escape from that judgment, wrath of the judgment. തന്റെ ന്യായവിധിയിൽ നിന്ന് നാം രക്ഷപ്പെടുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടതകളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തു. And then on the judgment day, ഇനിയും ന്യായവിധി ദിവസത്തിൽ when he sits on the throne, അവിടുന്ന് ന്യായാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ, some people think, okay, even there's a judgment, I can tell God, where were you all these days when I was suffering, when my children were hungry, when the other fellow was abusing me, when I went through all the problems, where were you? ആളുകൾ പറയും, യേശുക്രിസ്തു ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, when God is on the judgment, ദൈവം ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ദൈവമേ, ഞാൻ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ പോയപ്പോൾ, ഞാൻ വേദന കടിച്ചമർത്തി നിലവിൽപ്പെട്ടപ്പോൾ, എന്റെ കുഞ്ഞുങ്ങൾ ദുഃഖത്തിന്റെ താഴ്വരയിൽ കിടന്ന് കരഞ്ഞപ്പോൾ നീ എവിടെയായിരുന്നു? You know why I stole from that man's house? Why I stole? ഞാൻ എന്തുകൊണ്ടാണെന്ന് മോഷ്ടിച്ചത് ദൈവമേ? Because I was hungry. You did not know that. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. You know why I killed that man? ഞാൻ അവനെ കൊന്നത് എന്താണെന്ന് നിനക്കറിയാമോ? Because he was mean to me. കാരണം അവൻ എന്നെ വേദനിപ്പിച്ചു ദുഃഖിപ്പിച്ചത് കൊണ്ടാണ്. Before killing I called you, I did not see you. അന്ന് ഞാൻ നിന്നെ വിളിച്ചു, നീ എവിടെയായിരുന്നു ദൈവമേ? They say we can talk to God and escape. അവർ പറയും, ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറയും, എന്നെ വെറുതെ വിടും. But when they see Jesus on the throne, എന്നാൽ ന്യായാസനത്തിൽ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ, there is nobody in the world who can ever say, I went through a suffering which you don't know. ലോകത്തിൽ ഒരു മനുഷ്യന് പോലും പറയുവാൻ കഴിയില്ല, യേശുവേ, ഞാൻ സഹിച്ച കഷ്ടത അങ്ങേക്ക് അറിയില്ല എന്ന്. If it was God, probably they would have told. ദൈവമാണ് ന്യായാസനത്തിൽ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയുവാൻ കഴിയും. But if it is Jesus, എന്നാൽ യേശുവിന്റെ മുമ്പിൽ, Revelation 6:15 says, വെളിപ്പാട് 6:15 ഇങ്ങനെ പറയുന്നു, when they see the Lamb of God on the throne, സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവകുഞ്ഞാടിനെ കണ്ടപ്പോൾ, they ask the mountains, fall upon us and hide us. ജനങ്ങൾ പറയാണ്, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ, ഞങ്ങളെ മറച്ചു വെക്കുവിൻ. It is terrible to fall in the hands of the living God. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണെന്ന്. Remember the judgment day. ന്യായവിധി ദിവസത്തെ ഓർത്തുകൊള്ളുക. God has to judge. ദൈവത്തിന് ന്യായം വിധിച്ചേ മതിയാകൂ. Even in this world, when some crime is committed, even after 10 or 15 years you get a correct judgment, people are happy. Yes. ഈ ലോകത്തിൽ പോലും ഒരു കുറ്റകൃത്യം നടന്ന് 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ന്യായം നടക്കുന്നത്. പക്ഷെ ആളുകൾക്ക് അത് സന്തോഷമാണ്. Then only they say there is law in this land. അപ്പോൾ അവർ പറയും, നോക്ക്, രാജ്യത്തൊരു നിയമമുണ്ട്. If you expect that from this land, ഈ ലോക രാജ്യങ്ങളിൽ നാം ഇത് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, you expect that from God. ദൈവത്തിൽ നിന്നും നാം അത് പ്രതീക്ഷിക്കുന്നു. He has to judge. ദൈവത്തിന് ന്യായം വിധിച്ചേ പറ്റൂ. And he will judge justly. അവിടുന്ന് നീതിയോടെ ന്യായം വിധിക്കും. It will be an open judgment. അത് സർവ്വരുടെയും മുമ്പാകെയായിരിക്കും. You cannot say, Lord, I am not to be judged. നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ല, എന്നെ ന്യായം വിധിക്കാൻ പറ്റില്ല ദൈവമേ എന്ന്. And we all have to stand before the judge. നമുക്കെല്ലാവർക്കും ആ ന്യായാസനത്തിന് മുമ്പിൽ നിന്നേ പറ്റൂ. The more you think about judgment, ഈ ന്യായവിധിയെ കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കും തോറും, the more we will live carefully. നാം വളരെ കൃത്യമായി ജീവിക്കുവാൻ, every word that we speak, നാം പറയുന്ന ഓരോ വാക്കുകളും, every action that we do, നമ്മുടെ ഓരോ കർമ്മങ്ങളും, even if the whole world has not seen, ലോകം മുഴുവൻ അത് കാണുന്നില്ല, it is recorded there and we have to account for that. ദൈവത്തിന്റെ സന്നിധിയിൽ അതിതാ എഴുതപ്പെട്ടു കഴിഞ്ഞു, അത് സൂക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. This is our future. ഇതാണ് നമ്മുടെ ഭാവി. World cannot, and world's subjects or scientific subjects cannot give us this explanation. ഈ ലോകത്തിനോ ലോകത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യക്കോ തരുവാൻ കഴിയാത്ത ഒരു വിവരണമാണിത്. You will die, that's all they will say. ശാസ്ത്രത്തിന് പറയുവാൻ കഴിയും ഒരിക്കൽ നീ മരിക്കുമെന്ന്. But God says you will die. Judgment, who will judge you and how he will judge you. എന്നാൽ ദൈവം അരുളി ചെയ്യുന്നു, നീ മരിക്കുക മാത്രമല്ല, നിനക്കൊരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ഇന്ന രീതിയിലായിരിക്കുമെന്ന്. Easter is coming. ഈസ്റ്റർ ഇതാ ആഗതമാകുന്നു. It's not for celebration, just a celebration. ഇതൊരു ആഘോഷം മാത്രമാകരുത്. It is a reminder to the world, your judge is there for you. ഈസ്റ്റർ ഇതാ ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ന്യായവിധി വാതിൽക്കൽ എത്തിക്കണം. Every Easter should remind us of this judgment. ഓരോ ഈസ്റ്ററും ഓരോ ഉയർപ്പ് ഞായറാഴ്ചയും നമ്മെ ഉത്ബോധിപ്പിക്കും.
ആശ്വസിപ്പിക്കുന്ന സത്യം ഇതാണ്. Now let me go to the other subject very fast. മറ്റേ വിഷയത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകാം. Okay, attention to be drawn in Matthew 24. മത്തായിയുടെ സുവിശേഷം 24ലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ. When the disciples came and asked, how is this thing, how are these things going to happen? ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാ നടക്കുവാൻ പോകുന്നത്? What will be the signs of the end of the time? അവസാന നാളുകളുടെ ലക്ഷണം എന്താകും? Jesus answered them very യേശു കൊടുക്കുന്ന clearly. മറുപടി ഇങ്ങനെയാണ്. You go and read that in Matthew 24 chapter. മത്തായി 24 നിങ്ങൾക്ക് അത് വായിക്കുവാൻ കഴിയും. From the 4th verse down. 4 മുതൽ താഴോട്ട്. And I'll summarize it in just a few sentences. ചില വാക്കുകളിൽ ഞാൻ അതിനെ പൂർത്തീകരിക്കാം. Jesus gave 4 signs. യേശു 4 അടയാളങ്ങൾ നൽകി. That will point out to the coming end of this world. ലോക അവസാനത്തെ കുറിച്ച് 4 അടയാളങ്ങൾ. The first sign is on this earth. ഒന്ന് ഈ ഭൂമിയിൽ നടക്കുന്നത്. The second sign in the church. 2 ചർച്ചിൽ സഭയിൽ നടക്കുന്നത്. Third sign in the Middle East. 3 ഈ മധ്യപൂർവ്വ ദേശങ്ങളിൽ നടക്കുന്നത്. Fourth sign in the stars. 4 ആകാശമണ്ഡലത്തിൽ നടക്കുന്നത്. In the atmosphere. നക്ഷത്രമണ്ഡലങ്ങളിൽ. Yeah, in the atmosphere. Yeah. The first sign in the earth is that ഭൂമിയിൽ നടക്കുന്ന അടയാളങ്ങളെ കുറിച്ച് യേശു പറഞ്ഞത്. He said you will hear wars, rumors of war, famines, pestilences, all that. നിങ്ങൾ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഭീകരമായ പട്ടിണികൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് കേൾക്കും. And at the same time Jesus said this will happen but the end will not immediately come. ഇതൊക്കെ നിങ്ങൾ കേൾക്കും, അറിയും, എന്നാൽ പെട്ടെന്ന് അവസാനം ഉണ്ടാകില്ല. We know thousands and thousands of years earthquakes are happening. നമുക്കറിയാമല്ലോ ആയിരക്കണക്കിന് ഭൂമികുലുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. Disease and famines are happening. ഇവിടെ ഇതാ സ്റ്റാർവേഷൻ, പട്ടിണികൾ, മരണങ്ങൾ നടക്കുന്നു. But if you study that in a sequence, എന്നാൽ ഒരു കൃത്യമായി ഇതിനെ നാം പഠിച്ചാൽ you will understand they are happening more and more frequently, more and more severely. ഇതിന്റെ ഒരു രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിന്റെ ആവർത്തനങ്ങൾ വർദ്ധിക്കുകയാണ്, അതിന്റെ ഗൗരവവും ഭീകരതയും വർദ്ധിക്കുകയാണ്. Earthquakes may be there even 4000 years back it would have 4000 വർഷങ്ങൾക്ക് മുമ്പും ഭൂമികുലുക്കങ്ങൾ ഉണ്ടായിരുന്നു. But you know the earthquake that we had in 2004, എന്നാൽ 2004 ഉണ്ടായ ഭൂമികുലുക്കത്തെ കാണൂ. the tsunami was an earthquake in the ocean. കടലിനുള്ളിൽ സുനാമികൾ, ഭൂമികുലുക്കങ്ങൾ. In 20 minutes 20 മിനിറ്റ് കൊണ്ട് 2 lakhs and odd people died. 2 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു വീണു. And it affected 5 countries. 5 രാജ്യങ്ങളെയാണ് Usually ശക്തമായി earthquake സ്വാധീനിച്ചത്. affects its own place. നമുക്ക് കേട്ടത് ഇതൊക്കെയാണ്, ഭൂമികുലുക്കം കൊച്ചു സ്ഥലങ്ങളിലാണ് അത് ഒതുങ്ങുന്നതെന്ന്. And that's what we have seen many times. അതാണ് പലപ്പോഴും നാം കണ്ടത്. But this is a different one. എന്നാൽ ഇതാ സകലവും മാറുകയാണ്. And there is a fear that many tsunamis are going to come. ഇനിയും ഇത് അനേക സുനാമികൾ വരുമെന്നുള്ള ഭീതി മനുഷ്യരിൽ Diseases have always been there. രോഗങ്ങൾ എപ്പോഴാ ഇല്ലായിരുന്നത്? But you know, in this advanced scientific world, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിപ്പിനിടയിലും we have not controlled the disease. നമുക്ക് രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ We സാധിക്കുന്നില്ല. have become more terrorized by disease. രോഗങ്ങളെ കുറിച്ച് കൂടുതൽ ഭയന്ന് വിറയ്ക്കുന്നവരായി നാം തീരുകയാണ്. Some 100 years back, if a fellow has a disease in Japan, ജപ്പാനിൽ 100 വർഷത്തിന് മുമ്പ് ഒരു രോഗി and then ഉണ്ടായിരുന്നു. you understand somebody in your friend, your relation or friend has a disease in Japan, ജപ്പാനിൽ ഒരാൾക്ക് ഒരു രോഗമുണ്ടായി, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരാൾക്ക് ഒരു രോഗമുണ്ടായി എന്ന് you സങ്കല്പിക്കുക. are not bothered. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വിഷയമില്ല. But today, if somebody has a flu in Japan, എന്നാൽ ഇന്ന് ജപ്പാനിൽ ഒരാൾക്ക് ഒരു പനി പിടിച്ചാൽ India is shivering. ഇന്ത്യ വിറയ്ക്കുവാൻ തുടങ്ങും. Hey, one of that fellow comes here, അവിടുന്ന് ഒരാൾ ഇവിടെ എത്തിയാൽ and India also will have that disease. ഓ ഈ പനി ഞങ്ങൾക്കും പകരുമല്ലോ. We have been hearing about flu, influenza, flu, bird flu, SARS, swine flu, what else? എന്തെന്ത് രോഗങ്ങളാണ്? സാർസ്, ബേർഡ് ഫ്ലൂ, ചിക്കൻ, എന്തെല്ലാം രോഗങ്ങളെ കുറിച്ചാണ് നാം കേൾക്കുന്നത്. And now AIDS all over the world. എയ്ഡ്സിനെ ലോകം മുഴുവൻ വ്യാപരിച്ചു കഴിഞ്ഞു. On a pinhead, ഒരു മുട്ടുസൂചിയുടെ മുനയിൽ you can put 10,000 AIDS virus. 10,000 എയ്ഡ്സ് വൈറസിനെ ഒരു മുട്ടുസൂചിയുടെ മുനയിൽ That is കൊണ്ടുവരാം. all the size of the AIDS virus. അത്രേ ഉള്ളൂ ഒരു എയ്ഡ്സ് വൈറസിന്റെ വലിപ്പം. But it is terrorizing the whole world. എന്നാൽ ഈ കൊച്ചു എയ്ഡ്സ് വൈറസ് ലോകത്തെ വിറപ്പിച്ചു നിർത്തുകയാണ്. Famines. പട്ടിണി. And you see, if you see in television some of the poor African countries, പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ച് നാം ടെലിവിഷനിൽ കാണാറുണ്ട്. and you see the children's appearances, ആ കുഞ്ഞുങ്ങളുടെ രോദനമായ മുഖത്തെ നാം കാണാറുണ്ട്. in 2010 you can see that. 2010 നാം അത് കണ്ടു. And all these things are increasing only in severity. Suppose you go on a road, on a highway, നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ suddenly the temperature changes from hot, പെട്ടെന്ന് ചൂട് മാറ്റപ്പെടുകയാണ്, ടെമ്പറേച്ചർ മാറുന്നു. then you get a cool breeze, പെട്ടെന്ന് ഒരു തണുത്ത കാറ്റടിക്കുന്നു. and then you go still further, നിങ്ങൾ അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ everything becomes dark. എല്ലാം ഇരുണ്ടു വഴിവാൻ You തുടങ്ങുന്നു. know, somewhere it is raining, നിങ്ങൾ ചിന്തിക്കുക എവിടെയോ മഴ പെയ്യുന്നുണ്ടല്ലോ. and as you go still deep വീണ്ടും further, അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ you will feel some small showers coming on.
അല്പം തുള്ളികൾ വീഴുന്നത് നിങ്ങൾ And കാണും. then you go still further. അല്പം കൂടെ മുന്നോട്ട് You പോകുന്നു. will forget rain more and more. വീണ്ടും മഴ ശക്തമാകുന്നത് നിങ്ങൾ Then still you അനുഭവിക്കും. go further. വീണ്ടും മുന്നോട്ട് പോയാൽ Get drenched in the rain, you can't drive anymore. നിങ്ങൾ മഴയിൽ കുതിരും, നിങ്ങൾക്ക് കാറ് മുന്നോട്ട് ഓടിക്കുവാൻ കഴിയാതെയാകും. This has been our experience. ഇതാണ് നമ്മുടെ അനുഭവം. The same thing happens here. അവിടെ അത് തന്നെയാണ് ഇവിടെയും As you സംഭവിക്കുന്നത്. go towards the countdown, നിങ്ങൾ താഴോട്ട് എണ്ണിക്കൊണ്ടുവരികയാണെങ്കിൽ all these things are occurring at increasing frequency. ഇതെല്ലാം വേഗത്തിൽ ത്വരിതഗമനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. This may be happening over thousands of years, ആയിരം വർഷങ്ങളായി നടക്കുന്ന but it is കാര്യങ്ങൾ തന്നെയാണ്. increasing in severity. എന്നാൽ ഇതിന്റെ ആവർത്തനങ്ങൾ വളരെ ഭീകരമായി The ശക്തിപ്പെടുകയാണ്. second most important sign, രണ്ടാമത്തെ ഏറ്റവും ശക്തമായ ലക്ഷണം, that is what the believers should know. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ്. That is why I take a little more time on that. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ അല്പം കൂടുതൽ സമയമെടുക്കും. What will happen to the churches? സഭകൾക്ക് എന്താണ് You സംഭവിക്കുക? see, from the 9th verse, Jesus says, അതിന്റെ 9-ാം വാക്യം മുതൽ യേശു പറയുന്നു, you will be handed over to be persecuted and put to death. You will be hated by all nations because of me. അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. As the time for the countdown of the earth proceeds, ഈ ലോകത്തിന്റെ വിനാശത്തിന്റെ എണ്ണം 0-ലേക്ക് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ, believers, please listen. This is what Jesus said. വിശ്വാസികളെ ശ്രദ്ധിച്ചു കേൾക്കൂ. യേശു അരുളി ചെയ്തത്, You will be more and more persecuted. നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കുന്ന You will be നാളുകളുണ്ടാകും. put to death. നിങ്ങളെ മരണത്തിന് ഏൽപ്പിക്കും. People will hate me because you are following Jesus. നിങ്ങൾ യേശുവിനെ പിന്തുടരുന്നത് ഒറ്റ കാരണത്താൽ ലോകം നിങ്ങളെ പകയ്ക്കും. You know, there is another sign that Jesus said along with that, for many false prophets will arise at that time. മറ്റൊന്ന് യേശു അരുളി ചെയ്തത്, കള്ളപ്രവാചകന്മാരുടെ ഗണങ്ങൾ എഴുന്നേൽക്കും. Who are these false prophets? ഈ കള്ളപ്രവാചകന്മാർ ആരാണ്? Prophets coming in the stages of churches and say everything is going to be prosperous. ഇവിടെ ഇതാ മുമ്പോട്ട് എല്ലാം ഒരു പ്രശ്നവുമില്ല, എല്ലാം ശുഭപര്യവസായി എന്ന് വിളിച്ചു Things are going to be much better for you. എല്ലാം നന്മയ്ക്കായി തീരുകയാണെന്ന് If you are പറയുന്നു. a Christian, you are going to be prosperous. നീ ക്രിസ്ത്യാനിയായാൽ പിന്നെ നിനക്ക് സുഭിക്ഷതയാണെന്ന് Now പറയുന്നു. look, Jesus says in the end days, if you are a Christian, you will be hated by all nations. എന്നാൽ യേശു പറയുന്നത് എന്താണ്? അന്ത്യകാലമാകുമ്പോൾ എല്ലാവരും നിങ്ങളെ പകയ്ക്കും. You will be persecuted. നിങ്ങളെ ഉപദ്രവിക്കും. You will be put to death. നിങ്ങളെ മരണത്തിന് ഏൽപ്പിക്കും. Now another person comes and says, if you are a Christian, you will prosper more and more. മറ്റൊരുത്തൻ വന്നു പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാണോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ നന്നാകുവാൻ പോവുകയാണ്. Don't believe false prophets. കള്ളപ്രവാചകന്മാരെ Believe in വിശ്വസിക്കരുത്. Jesus Christ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. Persecution will continue. കഷ്ടതകൾ ഉണ്ടാകും. The same thing has happened in our motherland. നമ്മുടെ മാതൃരാജ്യത്ത് അതല്ലേ സംഭവിക്കുന്നു. Never in India it happened like what it happened in the last 20 years. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയിൽ ഉണ്ടായതുപോലെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. More and more persecutions everywhere. ക്രിസ്ത്യാനികളെ കൂടുതൽ ഉപദ്രവിക്കുന്ന But അനുഭവം. then the Lord Jesus says, എന്നാൽ യേശു കർത്താവ് പറയുന്നു, persecution will appear. കൂടുതൽ കഷ്ടതകൾ ഉണ്ടാകും. Nations will hate you. രാഷ്ട്രങ്ങൾ നിങ്ങളെ പകയ്ക്കും. I read a sign that out of the 174 nations in the world, only less than 20 nations you can worship Christ peacefully without any 144 persecution. രാഷ്ട്രങ്ങളിൽ 20 രാഷ്ട്രങ്ങളിൽ മാത്രമേ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ അവസരമുള്ളൂ. That is the present status today. അതാണ് ഇന്നത്തെ അനുഭവം. But Jesus says, എന്നാൽ യേശു it പറയുന്നു, is at that time ആ സമയമാകുമ്പോൾ the gospel of the kingdom shall be preached unto all nations. ഈ സുവിശേഷം സകല രാജ്യങ്ങളിലും The ഘോഷിക്കപ്പെടും. gospel of the kingdom shall be preached unto all nations. രാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും ഘോഷിക്കപ്പെടണം. And then the end will come. അപ്പോൾ അവസാനം വരും. If the first sign takes hundreds of years, ആദ്യത്തെ അടയാളം നിറവേറ്റപ്പെടുവാൻ 1000 വർഷങ്ങൾ നടന്നെങ്കിൽ the second 1000 sign will be done in decades. രണ്ടാമത്തെ അടയാളം ചുരുങ്ങിയ വർഷങ്ങളിൽ നടക്കും. That is what is happening. അതാണ് ഇന്ന് നടക്കുന്നത്. You have seen all these changes. Persecution against church has come in the last few decades. ഈ ചില പതിറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ സഭകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന അവസ്ഥകൾ. In the third sign he talks about Middle East. യേശു പറയുന്ന മൂന്നാമത്തെ അടയാളം ഈ മധ്യപൂർവ്വ രാഷ്ട്രങ്ങളെ The കുറിച്ചാണ്. Antichrist comes and stands in the temple of Jerusalem. ക്രിസ്തു വിരോധിയായവൻ വന്ന് യെരുശലേമിൽ സ്ഥാനം അടിക്കുമ്പോൾ, Then you will know it is very near. It will be only days. നിങ്ങൾ ഓർത്തുകൊള്ളുക, അന്ത്യം It സമാഗതമായി. will be only weeks probably. ആഴ്ചകൾ മാത്രമേ പിന്നീട് And ശേഷിക്കുകയുള്ളൂ. the fourth sign that Jesus said, നാലാമത്തെ അടയാളം യേശു പറഞ്ഞത്, the sun will become black. The moon will become ആകാശമണ്ഡലത്തിൽ black. സൂര്യൻ ഇരുട്ടായി മാറും. Stars will be falling. നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കും. Can a star fall? നക്ഷത്രങ്ങൾക്ക് You വീഴുവാൻ കഴിയുമോ? know, the astrophysicists say വാനഗോള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, almost every day ഓരോ ദിവസങ്ങളിലും thousands of fragments of stars are floating in the atmosphere.
ആയിരക്കണക്കിന് നക്ഷത്രങ്ങളാണ് ഈ ആകാശമണ്ഡലത്തിൽ നീന്തുന്നത്. And if any fragment falls on our earth, അതിന്റെ ഒരു കഷണം ഈ ഭൂമിയിലേക്ക് വീണാൽ it will be disastrous. അത് വളരെ ഭീകരമായിരിക്കും. So many times NASA scientists hold their hands and wait in panic whether any asteroid will hit our earth. എത്രയോ വട്ടം നാസാ ശാസ്ത്രജ്ഞന്മാർ കൈകൾ കെട്ടി ഭീകരമായി നോക്കിയിരുന്നു, എന്തെങ്കിലും ഒരു ഉൽക്കയുടെ കഷണം, ഒരു നക്ഷത്രത്തിന്റെ ഒരു കഷണം ഈ ഭൂമിയിൽ പതിച്ചെങ്കിലും. Because sometimes it comes towards the earth, പലപ്പോഴും ഭൂമിയിലേക്ക് അത് പാഞ്ഞു വരുന്നത് കണ്ടു. but then it will be diverted somehow. എങ്ങനെയോ ദിശ മാറ്റപ്പെട്ടു പോയി. But it is occurring continuously. എന്നാൽ ഇതിന്റെ ആവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. It is God who is putting his hand and protecting us. ദൈവമാണ് തന്റെ കരത്താൽ ഈ ഭൂമിയെ സുരക്ഷിതമാക്കി നിർത്തുന്നത്. But the day he takes off the hand, എന്നാൽ ദൈവത്തിന്റെ കരം മാറ്റപ്പെട്ടാൽ you will see asteroids falling. ഉൽക്കകളുടെ പതനം ഭീകരമായി നമുക്ക് കാണുവാൻ കഴിയും. But that will not be for years or decades. എന്നാൽ നൂറ്റാണ്ടുകളോ പതിറ്റാണ്ടുകളോ ഇത് തുടരുകയില്ല. It will be only for few, maybe minutes or hours. ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ മാത്രം. You cannot expect stars falling continuously. ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ മണിക്കൂറുകൾ തുടർച്ചയായി വീഴുന്നത് കാണുവാൻ കഴിയില്ല. These are the 4 signs that Jesus has given. ഇതാണ് 4 ലക്ഷണങ്ങൾ യേശു തന്നിരിക്കുന്നത്. In my school days, എൻ്റെ സ്കൂൾ നാളുകളിൽ my house was near a cinema theater. എന്റെ വീട് ഒരു സിനിമാ കൊട്ടയ്ക്ക് അടുത്തായിരുന്നു. And I used to go to cinemas very frequently. ഞാൻ പലപ്പോഴും സിനിമ കാണാൻ പോകും. And if a film is to be shown at 6:30, 6:30 ഒരു സിനിമ തുടങ്ങുമെങ്കിൽ the first bell they will ring at 5 o'clock, showing that the cinema is there, show is there. 5 മണിയാകുമ്പോൾ സിനിമാ കോട്ടയിൽ ഒരു ബെൽ അടിക്കും. When I hear from my house, വീട്ടിലിരുന്നുകൊണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ today's cinema is there, ഞാൻ പറയും ഇന്ന് സിനിമയുണ്ട്. then around 6 o'clock they will give the second bell. 6 മണിയാകുമ്പോൾ രണ്ടാമത്തെ മണി അടിക്കും. Then I will get dressed and start preparing to go. അപ്പോൾ പിന്നെ ഡ്രസ് ചെയ്ത് പോകാൻ ഒരുങ്ങും. Then about 6:25 when I enter the theater, 6:25 തിയേറ്ററിൽ കയറുമ്പോൾ when the third bell will ring, മൂന്നാമത്തെ മണി അടിക്കുമ്പോൾ and they will close all the windows, എല്ലാ the curtains, അതിന്റെ തിയേറ്ററിന്റെ കർട്ടനുകളെല്ലാം അവരിടും. everything become dark. എല്ലാം ഇരുട്ടാകും. Then we know it's going to appear. പെട്ടെന്ന് മനസ്സിലായി ഇതാ സിനിമ തുടങ്ങാൻ And പോവുകയാണ്. with the fourth sound the screens will open. 4ാമത്തെ ബെല്ലടിയോടുകൂടി ഇതാ പെട്ടെന്ന് സിനിമ തുടങ്ങുന്നു. Like that. അതുപോലെ തന്നെ The first bell is already rung. ആദ്യത്തെ മണി അടിച്ചു കഴിഞ്ഞു. Second bell also has been ringing. രണ്ടാമത്തെ മണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. Almost what Jesus said has been fulfilled. യേശു പറഞ്ഞത് മിക്കവാറും എല്ലാം Now it's going to be very fast. ഇനി ഇതാ പെട്ടെന്നാണ് പോക്ക്. This is Jesus' words. ഇത് യേശുവിന്റെ വാക്കുകളാണ്. This is Jesus' words. ഇത് യേശുവിന്റെ വചനങ്ങളാണ്. Every time I remind believers, ഓരോ വട്ടം വിശ്വാസികളെ ഇത് ഓർപ്പിക്കുമ്പോൾ, don't think the world will end and you will be taken to heaven to live there. പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ലോകം അവസാനിച്ച് പെട്ടെന്ന് നാം സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പോവുകയാണ് അവിടെ ജീവിക്കാൻ. അങ്ങനെയല്ല സംഭവിക്കുന്നത്. Bible tells, ബൈബിൾ പറയുന്നു, Jesus comes and puts his judgment upon this earth. യേശു കർത്താവ് ഈ ഭൂമിയിൽ തന്റെ ന്യായവിധി നിറവേറ്റും. Not to annihilate the earth, ഈ ലോകത്തെ ഇല്ലാതാക്കുവാനല്ല, and take his people to heaven, അങ്ങനെ ലോകത്തിൽ നിന്ന് തന്നെ ജനത്തെ എടുക്കുവാനല്ല, but to regenerate this earth. ഈ ഭൂമിയെ പുനരുത്ഥാനപ്പെടുത്തുവാൻ, സൃഷ്ടിക്കുവാൻ. In our modern language we can say he wants to recycle the earth. ഈ ഭൂമിയെ ഒന്ന് റീസൈക്കിൾ ചെയ്തെടുക്കുക, make it everything new, എല്ലാം ഒന്ന് പുതുതാക്കുവാൻ, and judge this and rule this earth 1000 years, എന്നിട്ട് 1000 ആണ്ടുകൾ ഈ ഭൂമിയെ ഭരിക്കുവാൻ, along with you and me. എന്നെയും നിങ്ങളെയും കൊണ്ട് ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ. Get prepared for that. അതിനുവേണ്ടിയാണ് യേശു Get prepared for that. അതിനുവേണ്ടി ഒരുങ്ങാം. So when the signs of end you see, ഈ അടയാളങ്ങൾ അന്ത്യത്തെ കുറിച്ച് നാം കാണുമ്പോൾ we need not panic. നമുക്ക് ഭീകരമായി വേദനിക്കേണ്ടതില്ല, We can say we ഭയപ്പെടേണ്ടതില്ല. are going to be a president soon. ഇതെല്ലാം നശിക്കുവാൻ പോവുകയാണല്ലോ എന്ന് കരുതി ഭയപ്പെടേണ്ടതില്ല. We are going to be presidents. നമ്മള് പ്രസിഡന്റുകളാകും. We are going to be governors. ഭരണാധികാരികളാകുവാൻ. We are going to be rulers. നാം ലോകത്തിന്റെ ഭരണം നടത്തുവാൻ പോവുകയാണ്. We all rule with Jesus. നാം യേശുവിനോട് കൂടെ ഭരിക്കുവാൻ പോവുകയാണ്. Not 5 years, 5 വർഷമല്ല, but 1000 years. 1000 ആണ്ട്. You have been dreaming, no, if I become an MLA for 5 years. 5 വർഷം ഒരു MLA ആയിരുന്നാലെന്ന് സ്വപ്നം കാണുന്നവരില്ലേ? But you are going to rule for 1000 years. എന്നാൽ 1000 ആണ്ട് നിങ്ങൾ ഭരിക്കുവാൻ പോവുകയാണ്. This is what the Bible says. ഇതാണ് വേദപുസ്തകം നമുക്ക്. So let us know about our future. അതുകൊണ്ട് നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകാം. So prepare like a future king. ഒരു രാജാവ് എങ്ങനെ ഒരുങ്ങുമോ ഭാവിക്ക് വേണ്ടി, prepare like a future governor. ഒരു ഭാവി ഗവർണറെ പോലെ ഒരുങ്ങുക. Prepare yourself to be a future president. ഒരു ഭാവി പ്രസിഡന്റ് ആകുവാൻ വേണ്ടി. Jesus is going to rule this world along with us. ഈ ലോകത്തെ യേശു നമ്മോട് കൂടെ ഭരിക്കുവാൻ പോവുകയാണ്. Now
You go to any astrologer, he may say, you may become an MLA for 5 years. നിങ്ങളൊരു ഒരു ഒരു ഗണികന്റെ അടുത്ത് പോയാൽ പറയും നിങ്ങൾ 5 വർഷം MLA ആകുമെന്ന്. But the Bible says you have a chance to become a president for 1,000 years. എന്നാൽ വേദപുസ്തകം പറയുന്നു 1000 ആണ്ട് പ്രസിഡന്റ് ആകാനുള്ള ചാൻസ് What ഉണ്ട്. a future. അതാണ് നമ്മുടെ ഭാവി. What more assurance we want. ഇതിനേക്കാൾ കൂടുതൽ എന്ത് വാഗ്ദത്തമാണ് നമുക്ക് Shall we വേണ്ടത്? praise God for the clear future that he has drawn ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന വ്യക്തമായ ഭാവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. and walk accordingly. ആ വിളിക്കൊത്തവണ്ണം അതിനൊത്തവണ്ണം And ജീവിക്കും. walk accordingly. അതിന് തക്കവണ്ണം We ജീവിക്കും. will die. നിങ്ങൾ മരിക്കും. We will be judged. നമ്മെ ന്യായം We വിധിക്കും. will be judged by Jesus. യേശു നമ്മെ We ന്യായം will be വിധിക്കും. judged along with others. മറ്റുള്ളവരോട് കൂടെ നമ്മെ We will be വിധിക്കും. judged justly. നമ്മെ നീതിയിൽ ന്യായം വിധിക്കും. And when Jesus recycles the earth, എന്നാൽ യേശു ഈ ലോകത്തെ ഭൂമിയെ പുനരുദ്ധരിക്കും. we will rule along with him for 1,000 years. യേശുവിനോട് ചേർന്ന് നാം 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. You are happy with your future? നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് Shall we സന്തോഷമുണ്ടോ? praise God for the future that he has ദൈവത്തെ done? സ്തുതിക്കുക അതിനായി. Hallelujah. ഹല്ലേലൂയ. Shall we bow down our head and pray? നമ്മുടെ തലകളെ വണക്കി നമുക്ക് Gracious Father, we thank you for this evening. പിതാവേ ഈ സന്ധ്യാസമയത്തിനായിട്ട് Lord, you sent your only begotten Son അവിടുത്തെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് with a വേണ്ടി unique birth, ഒരു വ്യക്തമായ with a unique life, ഒരു വ്യക്തമായ with a ജീവിതം, unique death, ഒരു നിസ്തുല്യമായ and resurrected him അവിടുന്ന് അവനെ ഉയർപ്പിച്ചു. so that he will be the fit and the best judge to judge the ഈ man. ലോകത്തെ ന്യായം വിധിക്കുവാൻ ശക്തനായ യോഗ്യനായ ന്യായാധിപനാകുവാൻ വേണ്ടി How much Jesus underwent sufferings to occupy that place. യേശു ക്രിസ്തു തന്റെ ദുഃഖത്താലും തന്റെ ജീവിതത്താലും യോഗ്യനായി മാറുക. How much suffering he underwent to make us escape from the wrath. ഈ ദുഃഖത്തിൽ നിന്ന് ഈ ദൈവത്തിന്റെ ഭീകരമായ ന്യായവിധിയിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ യേശു എത്ര കഷ്ടപ്പെട്ടു. How much sufferings he underwent to make our future glorious for the next 1,000 ഞങ്ങളുടെ years. ഭാവിയെ ഭാസുരമാക്കുവാൻ യേശുവേ അവിടുന്ന് എന്ത് വേദന. Thank you God for doing that. ദൈവമേ അങ്ങനെ ചെയ്തതിനായി നന്ദി. Let us prepare ourselves for that. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ Let us prepare ourselves for the judgment, ന്യായവിധിക്ക് വേണ്ടി and ഒരുങ്ങട്ടെ. let us prepare ourselves for the ruling the earth also. ഞങ്ങളുടെ ആ ഭരണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങട്ടെ. Thank you, Master. കർത്താവേ We സ്തോത്രം. give all honor and glory to you. ഞങ്ങൾ എല്ലാ മഹത്വം അങ്ങേക്ക് In തരുന്നു. Jesus' most precious name I ask. യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ. Amen. Amen. God bless you. Thank you.